ശ്രീകുമാരൻ തമ്പി പറഞ്ഞത് അത് മര്യാദകേടാണ്. കാരണം ദാദാസാഹബ് ഫാൽക്കെ അവാർഡൊക്കെ വാങ്ങി അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിക്കുമ്പോൾ ആ പ്രസംഗം പൂർത്തിയാക്കാതെ ഇടയിൽ കയറി പുഷ്പവതി സംസാരിച്ചത് മര്യാദകേടാണ്. 2, അതുകൊണ്ട് പുഷ്പവതിയെ 4 പേർ അറിഞ്ഞു. ശ്രീകുമാരൻ തമ്പിക്ക് പുഷ്പവതി അറിയില്ല. താങ്കളൊരു എന്തോ സെൽഫി എന്തോ എടുക്കാൻ പോയി, അപ്പോൾ മാത്രമാണ് ഈ പുഷ്പവതിയെക്കുറിച്ച് താൻ അറിയുന്നത്. അതാണ് പറഞ്ഞത്. അത് വ്യക്തിപരമായ കാര്യമാണ്, അതവിടെ പൊക്കോട്ടെ. പക്ഷേ പ്രസംഗത്തിനിടയിൽ പുഷ്പവതി തടസ്സപ്പെടുത്തി എന്ന ഒരു വാചകം പറയുന്നത് അത് ശരിയല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവർക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. അടൂരും ശ്രീകുമാരൻ തമ്പിയൊക്കെ നമ്മളെയൊക്കെ വളരെ സ്നേഹത്തോടെയും ആദരവോടെയും കണ്ടിരുന്ന ആളുകളാണല്ലോ. എന്താണ് സംഭവിച്ചത് പുഷ്പവതി ഇവർക്ക് എന്താണ് തോന്നുന്നത്? അല്ല, അവരെല്ലാം സമകാലികരാണല്ലോ. ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. പിന്നെ എനിക്കൊക്കെ ഇവരോട് വലിയ ബഹുമാനമുള്ള ആളാണ്. തമ്പി സാറിൻ്റെ അടുത്തൊന്നും എനിക്ക് ഒരു എതിര് പോലും പറയാൻ കഴിയാത്ത അത്രയധികം ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ട് വളർന്നവളാണ് ഞാൻ. അദ്ദേഹത്തിനോടൊന്നും ഒരു വാക്ക് പോലും എനിക്ക് പറയാനില്ല. അദ്ദേഹം എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലെന്ന്. ഞാൻ അത്ര ബഹുമാനിക്കുന്ന ഒരാളാണ് തമ്പി സാറ്. അപ്പോ ഇതെല്ലാം പൊതുജനങ്ങൾ വ്യക്തിപരമായിട്ട് പുഷ്പാവതിക്ക് ഒരു വിഷമമുണ്ടാകും. പുഷ്പാവതി എടുത്ത നിലപാട് നമ്മളടക്കമുള്ള എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം പുഷ്പാവതി എടുത്ത നിലപാടാണ്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളത് ഈ പഴയ തലമുറയ്ക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. കാര്യം അവരൊക്കെ ഒരു കാലത്ത് അന്ന് രാഷ്ട്രീയ അനീതിക്കെതിരെ പോരാടുകയും ഫ്യൂഡലിസത്തിനെതിരെ അതിൻ്റെ അവസ്ഥകളൊക്കെ പുറത്തു കൊണ്ടുവരികയൊക്കെ ചെയ്ത മനുഷ്യരാണ്. പക്ഷെ ഇപ്പോൾ ഈ കാലം അവർക്ക് മനസ്സിലാവാതെ പോവുകയാണോ? കാലഘട്ടത്തിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഇപ്പൊ നോക്കൂ, ഒരു പിന്നെ നമുക്ക് ഈ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ചെലന്തികൾ വല കെട്ടുമ്പോ നിരന്തരം അവർ വല കെട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളത് മാറ്റിക്കൊണ്ടേയിരിക്കണ്ടേ, എന്നാലല്ലേ വൃത്തിയാവുള്ളൂ. ഇതൊരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു നവോത്ഥാനം അല്ലെങ്കിൽ സാമൂഹ്യ നിർമ്മിതി എന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ പിന്നെ ഏത് കാലത്താണെങ്കിലും കളകൾ വളരുമ്പോൾ അത് പിഴുത് കളയണം. ചിലത് നമുക്ക് പെട്ടെന്ന് പറയേണ്ട സമയത്തേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയിൽ കയറി പറഞ്ഞത്. ഈ ഇടയിൽ കയറി പറഞ്ഞത് ആ പ്രസംഗം പൂർത്തിയായതിനു ശേഷം പിന്നീട് പറഞ്ഞിരുന്നെങ്കിൽ ആ പറഞ്ഞതങ്ങ് അവിടെ എല്ലാവരും അദ്ദേഹം വീണ്ടും ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ പിന്നെ അത് ശ്രദ്ധിക്കപ്പെട്ടത്, അല്ലേ? അതെ. ഞാൻ ഇത് ശ്രദ്ധിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹം പറഞ്ഞ ഉടനെ എന്റെ പ്രതികരണം ഞാൻ അറിയാതെ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അറിയാതെ തന്നെ ചാടി എണീറ്റ് പോയി. അങ്ങനെ അത്ര ഒരു ദളിത് വിരുദ്ധത ആ വാക്കിൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിൽ ഇപ്പോഴും അത് ആവർത്തിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ചിലപ്പോ ചില സമയത്ത് നമുക്ക് ഇടയിൽ കയറി പറയേണ്ടി വരും. കാരണം അത് അധികാര കേന്ദ്രമാണ്. അധികാര കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് അത് ഒരു വിഭാഗം മനുഷ്യരെ അധിക്ഷേപിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ തമ്പി സാറിനെ അദ്ദേഹം എന്ത് പറഞ്ഞാലും എനിക്ക് അദ്ദേഹത്തോട് ഒരു മറുപടി പറയാൻ പോലും കഴിയില്ല. കാരണം ഞാൻ അത്രമാത്രം ബഹുമാനിക്കുന്ന ഒരാളാണ്. വ്യക്തിപരമായ ഒരു വേദനയായി മാറിയിട്ടുണ്ടോ? അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല, തമ്പി സാറ് പറഞ്ഞത്. അതെ, അല്ല അത് കുഴപ്പമില്ല, അതൊക്കെ സാരമില്ല. നമ്മളൊക്കെ എന്റെ അച്ഛനെ പോലെ നമ്മൾ കരുതുന്ന ഒരാളാണ്. അതൊന്നും കുഴപ്പമില്ല. ഇവർക്കൊന്നും ഈ സവർണതയുടെ ഭാഷയോ അതിൻ്റെ രീതിയോ മനസ്സിലാവാഞ്ഞിട്ടല്ലല്ലോ. ഒരു കാലത്ത് ഇവർ ഇതിനെക്കുറിച്ചൊക്കെ പോരാടിയ മനുഷ്യരല്ലേ. അതാണ് എനിക്കും മനസ്സിലാവാതെ പോകുന്നത്. അത് ഈ 1.5 കോടി രൂപ ദളിത് അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒക്കെ സിനിമാ നിർമ്മാണത്തിന് കൊടുക്കണമെന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ്ങിലൂടെ കൊടുക്കുന്നില്ല. ഇത് സർക്കാർ എടുത്ത് ഏതെങ്കിലും ഒരു താല്പര്യമുള്ളൊരു കക്ഷിക്ക് എന്നാ കൊണ്ട് ഒരു സിനിമ നിർമ്മിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതല്ലല്ലോ. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ പറഞ്ഞതാണോ അതല്ല ഈ ഒരു വിഷയേ ശരിക്കും അല്ല അതെന്താണെന്നറിയാമോ, ഈ ഒരു വിഷയം ശരിക്കും പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടുത്തെ ദളിത് അവസ്ഥകൾ പഠിക്കുക വേണം. എന്തുകൊണ്ട് അവര് നിർധനരായി, എന്തുകൊണ്ട് അവര് സാമൂഹികമായി പിന്നോക്കാവസ്ഥയിലേക്ക് മാർജിനലൈസ് ചെയ്യപ്പെട്ടു എന്നത് അവരുടെ ഒരു ചരിത്രം നമ്മൾ പഠിക്കണം. പൊയ്കയിലപ്പച്ചന്റെ ഒക്കെ പാട്ടുകൾ കേട്ടിട്ടില്ലേ?
കാണുന്നതിലൊരക്ഷരവും എന്റെ വംശത്തെപ്പറ്റി. കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ, പാരിലുള്ള ചരിത്രങ്ങൾ എല്ലാം പരിചിന്തനം ചെയ്തിടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ആ ഒരു ചരിത്രം നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് ഇവിടുത്തെ ദളിതര് നിർധനരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സാമൂഹികമായി പിന്നോക്കമായി മാറ്റി നിർത്തപ്പെട്ടവരും എന്തുകൊണ്ടായി എന്നുള്ളത്. അവരുടെ ക്രിയേഷൻസ് അല്ലെങ്കിൽ ഒരു സിനിമയിലായാലും അല്ലെങ്കിൽ സാഹിത്യ ലോകത്താണെങ്കിലും സംഗീത ലോകത്താണെങ്കിലും എന്തുകൊണ്ട് അവർ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു ചരിത്രം അത് നമ്മൾ പഠിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. ചിലപ്പോ ഇത് കണ്ടീഷൻ ചെയ്യപ്പെട്ട ഒരു മനസ്സുകൊണ്ട് അവരെ അറിയാതെ പറഞ്ഞു പോണതായിരിക്കും. ഞാനതൊക്കെ ക്ഷമിക്കുകയാണ്. അല്ല, അതാണ് അതിലെ വാക്ക്. കണ്ടീഷൻ ചെയ്യപ്പെട്ട വഴക്കങ്ങളിലൂടെ വന്ന മനസ്സുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതായിരിക്കും. ആ വഴക്കമായിരിക്കും ഇവരെ കൊണ്ടത് പറയിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ വിവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പുഷ്പവതി ആഗ്രഹിക്കുന്നുണ്ടോ? അതല്ല, പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഞാൻ താല്പര്യമില്ല. പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെ വിഷയമുള്ളൂ, അല്ലാതെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അതിൽ താല്പര്യമില്ല. പിന്നെ അതൊരു എന്താ പറയാ, കൂടുതൽ ഈ പറയുന്ന പോലെ തമ്പി സാറിനെ പോലുള്ള ആളുകളൊക്കെ ഇനിയും പ്രതികരിക്കും. അദ്ദേഹം മാത്രമല്ല, ഇനിയും നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഇനിയും പല ആളുകളും ഉണ്ടാവും. അവർക്കും ഇതുപോലെയുള്ള മനോഭാവങ്ങൾ ഉണ്ടാകും ചിലപ്പോ. അതൊക്കെ നമ്മളെ ചിലപ്പോൾ വേദനിപ്പിച്ചെന്ന് വരും. ഞാനാണെങ്കിൽ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ്. വെറും ഒരു പിന്നണി ഗായിക എന്നുള്ളതിലുപരി ഞാൻ എന്റെ ക്രിയേഷൻസ് ചെയ്യുന്ന ഒരു ഗായികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശ്രീനാരായണ ഗുരുവിനായാലും എന്റെ ആദ്യത്തെ കോമ്പോസിഷൻ കബീർദാസിനെ കുറിച്ചിട്ടാണ്. കബീർദാസിന്റെ കൃതികളാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ കളക്ഷൻ പോയംസ് ഓഫ് കബീർ എന്ന കളക്ഷന്റെ മലയാള ട്രാൻസ്ലേഷൻ കമ്പോസ് ചെയ്തിട്ടുകൊണ്ടാണ് ഞാൻ ആദ്യം സംഗീത സംവിധാന രംഗത്ത് വരുന്നത്. അത് 2004 ഡോക്ടർ ക്രിസ്റ്റീന ഡോക്ടറെ എന്ന് പറഞ്ഞ സ്വീഡിഷ് ലേഡിയായിരുന്നു അത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോ ആ കാലം മുതൽ ഞാൻ സംഗീത സംവിധാന രംഗത്ത് നിലനിൽക്കുന്ന ഒരാളാണ്. കബീർ നിങ്ങൾക്ക് യൂട്യൂബിൽ ശ്രദ്ധിച്ചാൽ അറിയാം. അപരിചിതനല്ലോ ജഗദീശ്വരൻ, ഈ ജഗത്തിൻ ഈശ്വരൻ നിങ്ങൾക്ക് അപരിചിതൻ, അലറി വിളിക്കുവതെന്തിന്, ബധിരനോ പ്രഭു പ്രപഞ്ചനാഥൻ, കാതോർക്കുമെൻ പ്രഭു വെറുമൊരു പുഴുവിന്റെ ചെറിയൊരു പദചലനത്തിന് പോലും. എന്താ, ഒരു ചെറിയ പുഴുവിന്റെ പദചലനത്തിന് പോലും കാതോർക്കുന്ന ഭഗവാനെ എന്തിനാണ് അലറി വിളിക്കുന്നത് എന്ന് പാടിയ കബീറിനെ പാടിയിട്ടുള്ള ഒരാളാണ് ഞാന്. അന്നു മുതലേ ഈ സാമൂഹിക നിർമ്മിതിക്ക് എന്റെ സംഗീതം കൊണ്ട് ഞാൻ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നാരായണ ഗുരുവിന്റെ കൃതികളാണെങ്കിലും പൊയ്കയിൽ അപ്പച്ചന്റെ കൃതികളാണെങ്കിലും ഇത്തരത്തില് എന്റെ സ്വന്തം പാഷൻ കൊണ്ടാണ്, ആരും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. ഇത് പുഷ്പവതിയുടെ ബയോഡേറ്റ പറയിപ്പിക്കേണ്ട ദുരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് പ്രേക്ഷകരിൽ എനിക്കൊന്നു കുറേയധികം ആളുകൾക്ക് അറിയുന്ന കാര്യമാണ്. അടൂർ ഗോപാലകൃഷ്ണൻ ആണെങ്കിലും ശ്രീകുമാരൻ നമ്പി സാറിന് ഇത് എങ്ങനെ പുഷ്പവതിയുടെ പാട്ടുകളും ആ സംഭാവനകളും എങ്ങനെ കാണാതെ പോയി എന്നുള്ളതാണ് എന്നെ അവർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാവണം. പുതിയ തലമുറയ്ക്കെങ്കിലും അത് മനസ്സിലാവണം എന്നുള്ളതാണ്. അവരൊക്കെ ഇനി അവരൊക്കെ എന്ത് പഠിപ്പിക്കാൻ? നമുക്കൊന്നും അവര് പാടിയ പാട്ടുകള്, അവര് എഴുതിയ പാട്ടുകള്, അവര് സംഗീത പിന്നെ എന്താ പറയാ, അവര് നിർമ്മിച്ച സിനിമകള്, ഇതൊക്കെ കണ്ടു വളർന്നവരല്ലേ നമ്മളൊക്കെ. അവരെയൊക്കെ നമ്മളെന്ത് പറഞ്ഞു പഠിപ്പിക്കാനാ? പിന്നെ ആശയപരമായ വിയോജിപ്പ് ചിലപ്പോൾ ഇടയിൽ കയറി പറയേണ്ടി വരും. അത് ഒരുപാട് കാലങ്ങളോളം അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമാണ്. ഒരുപാട് ആളുകളുടെ ശബ്ദമായിട്ടാണ് എന്റെ ഉള്ളിൽ കൂടെ വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കിയാൽ മതി. അത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഹൂ എംപവേർഡ് എന്നൊരു ചോദ്യം പിന്നീട് ഒരു മാധ്യമത്തിൽ ഈ അടൂർ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് ഈ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ ഇപ്പൊ വിധേയൻ എന്നൊരു സിനിമ എടുത്ത വിധേയത്വം എന്താണ്? അദ്വൈതം പഠിച്ച് അദ്വൈതം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും. കറക്റ്റ്. അപ്പോൾ ഹൂ എംപവേർഡ് യു എന്നതായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ ചോദ്യം. എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, എന്റെ ഉള്ളിൽ തന്നെ ശക്തി, എന്റെ ഉള്ളിൽ തന്നെ. കറക്റ്റ്.
അതാണ് അടൂർ ഗോപാലകൃഷ്ണന് കൊടുക്കുന്ന മറുപടി. മാത്രമല്ല നമുക്കറിയാം, അംബേദ്കർ ആണെങ്കിലും അയ്യങ്കാളി ആണെങ്കിലും നമ്മളുടെ തൊട്ടുമുന്നിൽ കണ്ട എല്ലാ സാമൂഹിക പരിഷ്കർ, പൊയ്കയിലപ്പച്ചനാണെങ്കിലും ഇവരെല്ലാവരും കൂടിയാണല്ലോ നമ്മളെ എംപവർ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് അങ്ങ് മറന്നു പോവുകയാണ്. അതാണ് നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു ഘടകം. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ ദിനുവയിൽ ഒരു പരാതിയുമായി വന്നിട്ടുണ്ട്. ഇത് നിയമപരമായി അടൂർ ഗോപാലകൃഷ്ണനെ നേരിടണം എന്നൊരു അഭിപ്രായം പുഷ്പവതിക്കുണ്ടോ? ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള അദ്ദേഹം പറഞ്ഞത് സാംസ്കാരിക മണ്ഡലത്തിൽ ചർച്ച ചെയ്യാൻ മതി, ഒരു നിയമക്കുരുക്കിലേക്ക് അടൂർ ഗോപാലകൃഷ്ണനെ കൊണ്ടുപോകണമെന്നൊരു അഭിപ്രായം പുഷ്പവതിക്കുണ്ടോ? എനിക്കതില്ല. എനിക്ക് അങ്ങനെ നിയമപരമായിട്ട് പോകണമെന്ന് യാതൊരുവിധ താല്പര്യവും ഇല്ലാത്ത ഒരാളാണ്. നമുക്ക് പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറഞ്ഞു, അത് കഴിഞ്ഞു അവിടെ. പിന്നീട് ഇതൊരു നിയമ പോരാട്ടം, അതൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഞാനൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ്. എനിക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യാനുണ്ട്. അത് സാംസ്കാരിക മണ്ഡലത്തിലെ സംവാദത്തിന്റെ വിഷയമായ ഒരു നിയമ വിഷയമായല്ല തീരേണ്ടത് എന്നതാണ് പുഷ്പവതിയുടെ അഭിപ്രായം. അതെ, തീർച്ചയായിട്ടും. കാരണം എല്ലാതും മനുഷ്യന്റെ മനസ്സാണ് എല്ലാറ്റിന്റെ അടിസ്ഥാനം. മനസ്സാണ് മാറേണ്ടതേ. മനസ്സ് മാറാതെ ഒരു കാര്യം നടക്കില്ല ഈ സമൂഹത്തില്. മനുഷ്യന്റെ മനസ്ഥിതി മാറണം. വ്യക്തമാണ് പുഷ്പവതി. ഞാൻ ഒരു കാര്യം പുഷ്പവതിയുടെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ പുഷ്പവതിയെ കേട്ടിരിക്കുന്നവരായിരിക്കും കുറേ അധികം ആളുകൾ, കേൾക്കാത്ത ആളുകളുണ്ടാവും. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യർ, പലതരത്തിലുള്ള ആളുകളുണ്ടാവുമല്ലോ. എനിക്ക് പുഷ്പവതിക്ക് ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളക്കരയോട് പറയാനുള്ളത് 2 വരിയായിട്ടൊന്ന് പാടാമോ? നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുക, അതുത്തമം. അത്രേ ഉള്ളൂ. നാരായണഗുരുവിന്റെ വരികളാ. സദാചാരം എന്ന് പറഞ്ഞ നാരായണഗുരുവിന്റെ കൃതിയാ. താങ്ക് യു പുഷ്പവതി. കടപ്പെട്ടിരിക്കുന്നു ആ പ്രതികരണത്തിനും ഈ പാട്ടിനും. ഇനി തുടർന്ന് പാടുക, തുടർന്ന് ഇത്തരം ശബ്ദങ്ങളൊക്കെ ഉണ്ടാവണം. ആ ശബ്ദങ്ങളെ നമ്മൾ അലോസരമായിട്ടല്ല കണക്കാക്കേണ്ടത്. അങ്ങനെയുള്ള വൈബുമായിരിക്കുന്നവരോട് തൽക്കാലം നിങ്ങളൊന്ന് അടങ്ങൂ എന്നേ നമുക്ക് പറയാനുള്ളൂ, എല്ലാ ബഹുമാനത്തോടും കൂടി. അപ്പോൾ താങ്ക് യു പുഷ്പവതി നമുക്കൊപ്പം ചേർന്നത്.